നമസ്കാരം. സ്വന്തമായൊരു വരുമാനം വേണം, അതും വീട്ടിലിരുന്ന്. വലിയ പൈസയൊന്നും മുടക്കാനുമില്ല. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ ഈ വിവരണം നിങ്ങൾക്കുള്ളതാണ്. വെറും 10,000 രൂപ കൊണ്ട് എങ്ങനെയൊരു സംരംഭത്തിന് തുടക്കമിടാമെന്ന് നമുക്ക് നോക്കാം. അതെ, നിങ്ങൾ കേട്ടത് കറക്റ്റാണ്. വെറും 10,000 രൂപ. ഒരുപാട് പേരുടെ സ്വപ്നമായിരിക്കും ഇത്, അല്ലേ? പക്ഷെ അതെങ്ങനെ നടപ്പിലാക്കാം? അതിൻ്റെ വളരെ സിമ്പിളായ വഴികളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ റെഡിയല്ലേ? അപ്പോൾ എന്താണ് ഈ പറയുന്ന റീപാക്കിംഗ് ബിസിനസ്? സംഭവം വളരെ സിമ്പിളാണ്. നമ്മൾ സാധനങ്ങൾ ഹോൾസെയിലായിട്ട്, അതായത് വലിയ അളവിൽ വാങ്ങുന്നു, എന്നിട്ട് അതിനെ വൃത്തിയായി ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി മാറ്റുന്നു. അവസാനം നമ്മുടെ സ്വന്തം ഒരു പേരും വെച്ച് ഒരു ബ്രാൻഡ് പോലെ അങ്ങ് വിൽക്കുന്നു. ഇത്രയുള്ളൂ കാര്യം. ശരി, അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്കിങ്ങനെ റീപാക്ക് ചെയ്യാൻ പറ്റുക? സാധ്യതകൾ ഒരുപാടുണ്ട്. നമ്മുടെ കിച്ചണിൽ എപ്പോഴും കാണുന്ന മുളകുപൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഇതിൽ നിന്നൊക്കെ തുടങ്ങാം. അതുമല്ലെങ്കിൽ പയർവർഗ്ഗങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ്, എന്തിന് നല്ല ക്രിസ്പി ആയിട്ടുള്ള തേങ്ങാക്കൊത്ത് വരെ നമുക്ക് പാക്ക് ചെയ്ത് വിൽക്കാം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓർക്കണം. ഈ കാണുന്ന ഐറ്റംസൊക്കെ ഒന്നിച്ചു തുടങ്ങണം എന്നൊരു നിർബന്ധവുമില്ല കേട്ടോ. തുടക്കത്തിൽ നല്ല ഡിമാൻഡുള്ള 2-3 സാധനങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അത് നമ്മുടെ പണി കുറയ്ക്കും, കാര്യങ്ങൾ എളുപ്പമാക്കും. ഓക്കെ, അപ്പോൾ ഐഡിയ കിട്ടി. ഇനി എല്ലാവരുടെ മനസ്സിലുള്ള ആ ചോദ്യത്തിലേക്ക് വരാം. ഈ പറഞ്ഞ 10,000 രൂപ എന്തിനൊക്കെയാണ് ചെലവാകുന്നത്? ഇതാണ് നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് കിറ്റിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ്. ഓരോ രൂപയും എങ്ങോട്ടാ പോകുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. 10,000 രൂപ, ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് എമൗണ്ട്. ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചെറുതായി തോന്നാം. പക്ഷേ ഈ പൈസ നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിച്ചാൽ ഒരു അടിപൊളി ചെറിയ സംരംഭം തുടങ്ങാൻ ഇത് ധാരാളമാണ്. അതെങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കാം. നമ്മുടെ ബഡ്ജറ്റ് ഇങ്ങനെയാണ്. സാധനങ്ങളുടെ തൂക്കം നോക്കാനായിട്ട് ഒരു ഡിജിറ്റൽ സ്കെയിൽ വേണം. അതിനൊരു 1,500 രൂപ. പാക്കറ്റുകൾ ഒട്ടിക്കാനൊരു സീലിംഗ് മെഷീൻ, ഏകദേശം 2,000 രൂപ വരും. പിന്നെ പാക്ക് ചെയ്യാനുള്ള കവറുകൾക്ക് ഒരു 1,000 രൂപ. നമ്മുടെ ബ്രാൻഡ് പേരുള്ള സ്റ്റിക്കറുകൾ പ്രിന്റ് ചെയ്യാൻ ഒരു 500 രൂപയും വെക്കാം. ബാക്കി വരുന്ന 5,000 രൂപയുണ്ടല്ലോ, അതും നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കാം. കണ്ടില്ലേ, ടോട്ടൽ കറക്റ്റ് 10,000. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ വളരെ സിമ്പിളാണ്, അല്ലേ? ഒരു വെയ്റ്റിംഗ് സ്കെയിൽ, ഒരു സീലിംഗ് മെഷീൻ, കുറച്ച് കവറുകൾ, സ്റ്റിക്കറുകൾ, പിന്നെ ഇതെല്ലാം വെച്ച് ചെയ്യാൻ വൃത്തിയുള്ളൊരു ടേബിൾ. ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ലക്ഷങ്ങൾ വിലയുള്ള വലിയ മെഷീനുകളുടെ ഒന്നും ആവശ്യം തുടക്കത്തിൽ നമുക്കില്ല എന്നതാണ്. ഓക്കെ, സാധനങ്ങളൊക്കെ റെഡി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്: പാക്കേജിങ്ങും ബ്രാൻഡിങ്ങും. കാരണം എന്താണെന്ന് വെച്ചാൽ, ആളുകൾ ആദ്യം കാണുന്നത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പുറം മോടിയാണ്. അപ്പോൾ ചെറിയ കാശിന് എങ്ങനെ ഒരു പ്രൊഫഷണൽ ലുക്ക് കൊണ്ടുവരാമെന്ന് നോക്കാം. നമ്മുടെ പാക്കറ്റിൻ്റെ മുകളിലുള്ള സ്റ്റിക്കറിൽ കുറച്ച് ബേസിക് കാര്യങ്ങൾ എന്തായാലും വേണം. 1, ഉൽപ്പന്നത്തിൻ്റെ പേര്. 2, അതിൻ്റെ തൂക്കം. പിന്നെ പാക്ക് ചെയ്ത ഡേറ്റ്, നമ്മുടെ ബ്രാൻഡിൻ്റെ പേര്, പിന്നെ ഒരു കോൺടാക്റ്റ് നമ്പർ. തുടക്കത്തിൽ ഇത്രയും മതി. ബിസിനസ് അങ്ങോട്ട് വളർന്നു വരുമ്പോൾ നമുക്ക് ലൈസൻസ് പോലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ശരി, ഇത്രയൊക്കെ കഷ്ടപ്പെട്ടു. ഇനി ഇതിൽ നിന്ന് എന്ത് കിട്ടും? അതാണ് അടുത്ത ചോദ്യം. ഒരു ബിസിനസ്സിന്റെ ജീവൻ എന്ന് പറയുന്നത് അതിന്റെ ലാഭമാണ്. അപ്പോൾ നമുക്ക് ആ കണക്കുകളിലേക്ക് ഒന്ന് ഡീപ്പായിട്ട് ഇറങ്ങിച്ചെല്ലാം. ഇത് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി നമുക്ക് മഞ്ഞൾപ്പൊടിയുടെ ഒരു ഉദാഹരണമെടുക്കാം. ഈ ഒരൊറ്റ ഐറ്റം വെച്ച് എങ്ങനെ ലാഭമുണ്ടാക്കാം എന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സങ്കൽപ്പിക്കുക, നമ്മളൊരു 10 കിലോ മഞ്ഞൾപ്പൊടി ഹോൾസെയിലായിട്ട് വാങ്ങുന്നു. അതിന് ഏകദേശം ഒരു 1,800 രൂപ ചെലവാകും. ഇനി മാജിക്ക് കാണണോ? ഈ 10 കിലോ മഞ്ഞൾപ്പൊടിയെ നമ്മൾ 100 ഗ്രാമിൻ്റെ 100 ചെറിയ പാക്കറ്റുകളാക്കി. ഒരു പാക്കറ്റിന് വെറും 30 രൂപ വെച്ച് വിറ്റാൽ പോലും നമ്മുടെ കയ്യിലെത്തുന്നത് എത്രയാണെന്നറിയുമോ? 3,000 രൂപ. തീർച്ചയായും വേറെ ചിലവുകളുണ്ട്. പാക്കിംഗ് കവറിനും സ്റ്റിക്കറിനുമൊക്കെയായിട്ട് ഒരു 400 രൂപ കൂടി നമുക്കതിൽ നിന്ന് മാറ്റിവെക്കാം. അപ്പം നമുക്ക് കണക്ക് കൂട്ടി നോക്കാം. മൊത്തം കിട്ടിയത് 3,000 രൂപ. അതിൽ നിന്ന് മഞ്ഞൾപ്പൊടി വാങ്ങിയ 1,800 രൂപയും പാക്കിംഗ് ചെലവായ 400 രൂപയും കുറച്ചാൽ നമ്മുടെ കയ്യിൽ ലാഭമായി വരുന്നത് 800 രൂപ. ഓർക്കണം, ഇത് വെറും 10 കിലോ വിൽക്കുമ്പോഴത്തെ കാര്യമാണ്. ആഴ്ചയിൽ ഇതുപോലെ കുറേ ബാച്ചുകൾ വിൽക്കാൻ പറ്റിയാലോ? ഒരു പ്രോഡക്റ്റിന് വിലയിടുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് എത്ര ചെലവായി, നാട്ടിലെ മാർക്കറ്റിൽ എന്താ വില, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്ത് വിലയ്ക്കാ വിൽക്കുന്നത്, ഇതൊക്കെ നോക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സാധനത്തിന് നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാർക്കറ്റിലെ വിലയേക്കാൾ ഒരു തരി കൂടുതൽ വാങ്ങുന്നതിൽ ഒരു തെറ്റുമില്ല. ലാഭം എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമ്മൾ കണ്ടു. ഇനി അടുത്ത സ്റ്റെപ്പ്, ഈ സാധനം എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാം, പിന്നെ എങ്ങനെ ഈ കുഞ്ഞു സംരംഭത്തെ പതിയെ പതിയെ വളർത്തിയെടുക്കാം. നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. വിൽക്കാൻ എവിടെ പോകും എന്നോർത്ത് ടെൻഷൻ അടിക്കേണ്ട. നമ്മുടെ വീടിന്റെ അടുത്തുള്ള പലചരക്ക് കടകളില്ലേ, ചായക്കടകൾ, ബേക്കറികൾ, അവിടെയൊക്കെ കൊടുത്തു തുടങ്ങാം. പിന്നെ അയൽക്കാർക്കും ഫ്രണ്ട്സിനും കൊടുക്കാം. പതുക്കെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും ഒക്കെ ഇടാം.
എപ്പോഴും ഓർക്കുക, ലോകം പിടിക്കുന്നതിന് മുൻപ് നമ്മുടെ നാട്ടിൽ നിന്ന് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ബിസിനസിന്റെ മെയിൻ ഗുണങ്ങൾ എന്തൊക്കെയാ? വളരെ കുറഞ്ഞ മുതൽ മുടക്ക്, തുടങ്ങാൻ ഭയങ്കര എളുപ്പം, വീട്ടിലിരുന്ന് ചെയ്യാം, ഇതിന് പ്രത്യേകിച്ച് സ്കില്ലൊന്നും വേണ്ട. ഇതൊക്കെയാണ് നല്ല വശങ്ങൾ. പക്ഷേ വിജയിക്കണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. എപ്പോഴും നല്ല ക്ലീനായിട്ടുള്ള പാക്കിംഗ്, തൂക്കത്തിൽ ഒരു തരി കുറയാതെ നോക്കുക, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വാങ്ങുക, പിന്നെ ആവശ്യക്കാർക്ക് മുടങ്ങാതെ കൊടുക്കാനും പറ്റണം. ഇതൊക്കെയാണ് വിജയത്തിന്റെ താക്കോൽ. അപ്പോ ഈ ബിസിനസ് ആർക്കൊക്കെയാണ് ഏറ്റവും ചേർന്നത്? വീട്ടമ്മമാർക്ക് ഒരു വരുമാനം നേടാൻ ഇത് അടിപൊളിയാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് പോക്കറ്റ് മണി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനും നോക്കാം. ഇപ്പോഴത്തെ ജോലിക്കൊപ്പം ഒരു സൈഡ് ഇൻകം വേണമെന്നുള്ളവർക്കും റിട്ടയർ ആയതിനു ശേഷം വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ലാത്തവർക്കുമെല്ലാം ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ലോകത്തിലെ ഏതൊരു വലിയ ബിസിനസ്സും തുടങ്ങിയത് ഇതുപോലൊരു ചെറിയ സ്റ്റെപ്പിൽ നിന്നാണ്. ഈ 10,000 രൂപയുടെ തുടക്കം ഒരുപക്ഷെ ചെറുതായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ആത്മാർത്ഥതയും കഷ്ടപ്പാടും ഇതിനെ വലിയൊരു അവസരമാക്കി മാറ്റും, ഉറപ്പാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ ബിസിനസ് തുടങ്ങാൻ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ പ്രോഡക്റ്റ് എന്തായിരിക്കും? മുളകുപൊടിയാണോ, കുരുമുളകാണോ, അതോ നിങ്ങളുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും പുതിയ ഐഡിയ ഉണ്ടോ? ഒന്ന് ആലോചിച്ചു തുടങ്ങാനുള്ള സമയമായി. നന്ദി.